എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗത്ത് കാണുന്നത് വിരുന്നൊരുക്കുന്ന യേശുക്രിസ്തു. ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമേ തന്നെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുൻപിലേക്ക് ചോദിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: യേശുക്രിസ്തുവിന് നമ്മിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. യേശുക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 തരത്തിലുള്ള ഉത്തരം ലഭിക്കും. യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 ഉത്തരമാണ് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുക. ഒന്ന്, കഴിയും. യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിന് കഴിയുകയില്ല എന്നുള്ള മറ്റൊരു ഉത്തരം. അതായത് എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത. പക്ഷേ നമ്മളിന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് രണ്ടും ശരിയാണ്. ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 35 വാക്യത്തിൽ കടന്നു പോകുമ്പോൾ യേശു അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. അപ്പോൾ യേശുവാണ് അതിലെ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്: ദാവീദിന്റെ പുത്ര, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറയുകയാണ്. യേശു അവന് കാഴ്ച നൽകുന്നു. യേശുവിന് ഒരുവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. യേശു അവന് കാഴ്ച കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അപ്പോൾ രണ്ടാമത്തെ ചിന്ത എന്താണ്? ഉത്തരം എന്താണ്? യേശുക്രിസ്തുവിന് നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഉത്തരം. അപ്പോൾ അതെങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, അത് എപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 5 വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അവിടെ ഇപ്രകാരം പറയുകയാണ്: ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് ഓർത്ത് അവൻ വിസ്മയിച്ചു എന്ന് പറയുകയാണ്. ഇവിടെ കാണുന്നത് യേശു സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ ജനങ്ങളൊക്കെ പറയുകയാണ്, ഇവനെ നമുക്കറിയാം, ഇവൻ്റെ മാതാപിതാക്കളെ നമുക്കറിയാം, ഇവനാ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ അമ്മ ആ മേരിയല്ലേ, ഇവൻ്റെ സഹോദരങ്ങളെ നമുക്കറിയാം, ഇവൻ ആരാണ്? അപ്പോൾ വചനം പറയുന്നു, യേശുക്രിസ്തുവിന് അവിടെ അത്ഭുതമൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന്. ഈ 2 സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന് നമ്മിൽ, എന്നിൽ, നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു കാര്യം ആവശ്യമാണ്. വിശ്വാസം എന്നുള്ള ഒരു കാര്യം ആവശ്യമാണ്. വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ യേശുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിരുന്നൊരുക്കുന്ന കർത്താവിനെയാണ് അവിടെ കാണുന്നത്. പത്രോസും ബാക്കിയുള്ള ശിഷ്യന്മാരുമൊക്കെ അവർ കടൽ തീരത്ത് ഇരിക്കുകയാണ്. പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ വലയുമൊക്കെ എടുത്തുകൊണ്ട് കടലിലേക്ക് പോവുകയാണ്. അവനോട് കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരും പറയുകയാണ്, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, പക്ഷേ അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് വരികയാണ്. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന്. ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറയുകയാണ്,
നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുക എന്ന്. യേശു അവരുടെ അടുക്കിലേക്ക് വരുന്നതിന് മുൻപായി യേശു കടൽ തീരത്ത് അവർക്ക് വേണ്ടി തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പവും കരുതിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുക്കി വച്ചതിന് ശേഷമാണ് യേശു അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുന്നത്. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്ക് ഒരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ളതല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് ജെറമിയ പ്രവാചകനിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്കറിയാം, ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും പുരോഹിതന്മാരെയും ജനങ്ങളെയും ഒക്കെ പിടിച്ച് അടിമകളായി കൊണ്ടുപോയി. ഇപ്പോൾ ജെറമിയ പ്രവാചകൻ ദൂതന്മാർ വഴി അവർക്കൊരു എഴുത്ത്, ഒരു ലെറ്റർ അയക്കുകയാണ്. അവിടെ ആ ലെറ്ററിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. അവിടെയാണ് 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അതായത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ അവിടെ ആയിരിക്കുക എന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വരുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയോട് കൂടിയിട്ടാണ്. ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പോലെ. യുക്തിവാദികളുടെ കാലഘട്ടമാണിത്, അല്ലെ? ദൈവത്തെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ശക്തിയുണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്കറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്. ശാസ്ത്രപരമായിട്ട് നമ്മുടെ ലോകം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള ഈ പാഴ്ചിന്തകൾ പറയുന്നത് എന്നുള്ള വാദങ്ങളൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലായി നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ വചനം വളരെ വ്യക്തമാക്കി തരുന്നു, ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസരഹിതമായിട്ടുള്ള ഹൃദയത്തിൽ ദൈവത്തിന് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വചനം വളരെ വ്യക്തമാക്കി തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. അപ്പോൾ യേശുക്രിസ്തു ഒരുക്കി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉള്ളതാണ്. അത് ലഭിക്കുവാൻ, അവൻ്റെ പദ്ധതിയിൽ പങ്കുകൊള്ളുവാൻ വചനം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ വാക്കുകൾ ശ്രവിക്കുക എന്ന്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.